ഹേ മൈ ജോൺസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഇടുവാണ്. ബിക്കോസ് ഞാൻ ട്രാവലിങ്ങും അങ്ങനെ വയ്യാണ്ടായി അങ്ങനെ കുറേ സംഭവങ്ങളായിരുന്നു. പക്ഷേ എൻ്റെ മുഖത്ത് ഈ ഹാപ്പിനെസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാനിത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കുറച്ചൊരു വീക്ക് 2 വീക്കൊക്കെ ആയി. പക്ഷേ ഈ സംഭവം ഇസ് ലൈക്ക് ഐ വാസ് ലുക്കിംഗ് ഫോർ ഡൈസൺസ് എയർ ആപ്പിൻ്റെ ഒരു ഡ്യൂപ്പ്. അപ്പം എയർ ആപ്പ് ഇറ്റ് സെൽഫ് ഇസ് ലൈക്ക് 40,000. അപ്പം അതിൻ്റെ ഡ്യൂപ്പൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഇറ്റ്സ് ജസ്റ്റ് 20,000 13,000. അപ്പം അഫോർഡബിൾ റേഞ്ച് നോക്കിയപ്പോഴാണ് ഈ ഒരു 5,000-ൻ്റെ ബോംബെ എന്ന് പറഞ്ഞാൽ നല്ലൊരു റെപ്യൂട്ടഡ് കമ്പനിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഹെയർസ് എന്ന് പറഞ്ഞാൽ റിലീസ് ആയപ്പോൾ തന്നെ അതിൻ്റെ 3 വേർഷൻ ഉള്ളത് ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ ഇത് 5 അറ്റാച്ച്മെൻറ്റ്സ് ഉള്ളതാണ്. ഇതിൻ്റെ സ്ട്രൈറ്റനിങ് ബ്രഷാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഡസൻ മേക്ക് യു ഹെയർ പോക്കർ സ്ട്രൈറ്റ്, പക്ഷേ മാനേജബിൾ ആൻഡ് സ്മൂത്ത് ആക്കും. പിന്നെ ഇതാണ് മറ്റേ എയർ റാപ്പിൻ്റെ പോലത്തെ ആ ബാരൽ. പക്ഷേ ആദ്യമേ എനിക്ക് ഒന്ന് പാടുപെട്ട് എങ്ങനെ അതൊന്ന് റാപ്പ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. ബട്ട് ദെൻ ഇറ്റ് വൺസ് യു ഗോട്ട് ദ ഹാങ് ഓഫ് ഇറ്റ്, ഓഫ് ദ ക്യാമറ ചെയ്തപ്പോൾ നല്ലതായിട്ട് വന്നു. അതിന് ഞാൻ വീണ്ടും കാണിക്കുന്നുണ്ട് ഇവിടെ. അത് 2 ബാരൽസ് ഉണ്ട്. ഒന്ന് ഔട്ട്വേർഡ് കേളിനും ഒന്ന് ഇൻവേർട്ട് കേളിനും വേണ്ടിയിട്ടുള്ള ബാരൽസ് ഉണ്ട്. ലോഞ്ചിവിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഐ തിങ്ക് യു ഹാവ് to apply some setting spray to make it last for 3+ hours. അല്ലെങ്കിൽ 3 hours വരെ it stays beautifully. ഇവിടെ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കണ്ടാൽ അറിയാം, എനിക്ക് ഭയങ്കരമായിട്ടൊരു എന്തോ ഒരു നല്ല കേൾസ് കിട്ടിയപ്പോൾ ഉള്ളൊരു ഫിൽമി മൊമെൻ്റാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഇതിന് പിന്നെ അല്ലാതെ തന്നെ ബ്ലോ ഡ്രൈയിങ് ബ്രഷ് ഉണ്ട്, ഇതിന് നമ്മുടെ മറ്റേ ബ്രിസിൽസ് അല്ല, അല്ലാണ്ട് എയർ ഡ്രയറും ഉണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ ഒരെണ്ണം ഡീഫ്രിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതൊന്നും ഞാൻ എക്സ്പ്ലോർ ചെയ്തില്ല. അത് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് ഞാൻ പിന്നെ വരാം. ഇത് ജസ്റ്റ് ലൈക്ക് സോർട്ട് ഓഫ് ലൈക്ക് മൈ ഫസ്റ്റ് ഇംപ്രഷൻ. ഇത് യൂസ് ചെയ്തു 3 times. അപ്പം ലോഞ്ചിവിറ്റി മാത്രമേ എനിക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയുള്ളൂ. ലൈക്ക് ഐ തിങ്ക് ഐ നീഡ് ടു ഫൈൻഡ് എ വേ അറൗണ്ട് ഇറ്റ്, ഹൗ ടു മേക്ക് ഇറ്റ് ലാസ്റ്റ്. ഇതൊരു ഷൈൻ സ്പ്രേ ആണ് അപ്ലൈ ചെയ്യുന്നത്, നോട്ട് എ സെറ്റിംഗ് സ്പ്രേ. ആൻഡ് ദിസ് ഇസ് മൈ ഫൈനൽ ലുക്ക്. ഫുൾ ചെയ്യാനുള്ള പേഷ്യൻസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇത്രേ ചെയ്തുള്ളൂ. ഇനി ഞാൻ ഫ്യൂച്ചറിൽ എൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് വരാം.